നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിച്ച് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം എം പി. മഴക്കെടുതി നിലനിൽക്കെ യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ തങ്ങളുടെ വീട്ടിൽ സൗഹൃദ സന്ദർശനത്തിന് മുഖ്യമന്ത്രി എത്തിയതും അവിടുത്തെ വിരുന്നിന് പങ്കെടുത്തതുമൊക്കെ ഉന്നയിച്ചാണ് എ റഹീം എം പി മുഖ്യമന്ത്രിയെ വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വിരുന്നിന് പങ്കെടുക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എ റഹീം വിമർശിച്ചത്. ആദ്യം അവിശ്വസനീയമായി തോന്നിയ ദൃശ്യങ്ങളാണെന്നും പിന്നെ ഉറപ്പുവരുത്തിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. വിവിധ ജില്ലകളിലെ ആയിരക്കണക്കിന് സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ട് പ്രയാസം നേരിടുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ചെലവഴിച്ച നിമിഷങ്ങൾ ആയിരുന്നു ആ ഒരു വിരുന്ന് സൽക്കാരം എന്നാണ് റഹീം എം പി വ്യക്തമാക്കുന്നത്. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക കടമയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കേണ്ട അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് മലപ്പുറം പൊന്നാനിയിലെ ഒരു യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ അതിഥിയായി എത്തി വിഭവസമുദ്രമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമയം ചെലവഴിക്കുന്നത് തികച്ചും അനുചിതവും അനവസരത്തിലുമുള്ളതാണ്. നാട് മുഴുവൻ ഭീതിയിലും ആശങ്കയിലും കഴിയുമ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സൽക്കാരങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഈ നടപടി തികച്ചും അനവസരത്തിലുള്ളതും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. അടിയന്തരമായി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എ റഹീം എം പി ആവശ്യപ്പെട്ടു. എന്തായാലും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ശക്തമാകുന്നത്. അതേസമയം എ റഹീം എം പിക്ക് രൂക്ഷമായ രീതിയിൽ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.പി. ദുൽകിഫിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ചരിത്രവും സ്വന്തം പാർട്ടിയുടെ ദുരിതകാലവും മറന്നുകൊണ്ടാണ് റഹീം ഇപ്പോൾ വിശുദ്ധന്റെ വേഷമണിഞ്ഞ് സംസാരിക്കുന്നതെന്നായിരുന്നു ദുൽകിഫിലിന്റെ വിമർശനം. പാർട്ടി സെക്രട്ടറിയുടെ മൃതദേഹം സംസ്കരിച്ച് ആ മണ്ണിലെ പുക പോലും അടങ്ങുന്നതിന് മുൻപ് വിദേശത്തേക്ക് പറന്ന ചരിത്രമുള്ളവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ ജാഗ്രതയെക്കുറിച്ചും സഹതാപത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ വരുന്നതെന്നും ദുൽകിഫിൽ കുറ്റപ്പെടുത്തി. അന്ന് കാണിക്കാത്ത ഏത് വിപ്ലവ ജാഗ്രതയാണ് ഇപ്പോൾ റഹീം ഉയർത്തിപ്പിടിക്കുന്നതെന്നും AKG സെന്ററിലെ പായക്കടിയിൽ ഒളിച്ച ചരിത്രമുള്ളവർ മറ്റുള്ളവരെ മാന്യത പഠിപ്പിക്കേണ്ടതില്ല എന്നും ദുൽകിഫിലിന്റെ വിമർശനം. സ്വന്തം പാർട്ടി ഭരണത്തിലിരുന്നപ്പോൾ പാവപ്പെട്ടവരുടെ നികുതി പണം മുടിച്ച് പ്രമാണിമാർക്കായി കോടികളുടെ അത്താഴ വിരുന്ന് നടത്തിയത് വികസനമായും പാർട്ടി സെക്രട്ടറിയുടെ സംസ്കാര ചടങ്ങിനിടെ വിദേശത്ത് പോയത് അടിയന്തര ആവശ്യമായി ന്യായീകരിച്ചവരാണ് ഇപ്പോഴത്തെ വിമർശകർ. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ഒരു സൗഹൃദ സന്ദർശനം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം തിരയുന്നത് വൃത്തികെട്ട ഇരട്ടത്താപ്പാണ്. ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് പുച്ഛം മാത്രമാണുള്ളതെന്നും വി.പി. ദുൽകിഫിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും ആശയവിനിമയം തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കും. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. മഴയുടെ അളവ് കുറഞ്ഞെങ്കിലും ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഈ ഒരു ദുരന്തത്തോടനുബന്ധിച്ച് നിർണായകമായ നിർദ്ദേശങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. കാലവർഷക്കെടുതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതുവരെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത്യന്തം വേദനാജനകമാണ്. വീടുകളും കൃഷിയും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട് ജനങ്ങൾ വലിയ ദുരിതത്തെ അഭിമുഖീകരിക്കുകയാണ്. റാന്നിയിൽ ഒറ്റ
രാത്രി കൊണ്ട് 331 മില്ലിമീറ്ററിലധികം അതിതീവ്ര മഴ രേഖപ്പെടുത്തിയതും വയനാട്ടിലും ഇടുക്കിയിലും കോട്ടയത്തും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതും അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന സാഹചര്യമാണിതെന്ന താക്കീതാണ് നൽകുന്നത്. 2018-ലും 2019-ലും അതിതീവ്ര മഴയും മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയും കാരണം നിരവധി പ്രദേശങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെള്ളത്തിനടിയിലായ ദുരനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ മുന്നറിയിപ്പുകളെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ദുരിതബാധിതരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരവും ഫലപ്രദവുമായ ഇടപെടൽ നടത്തണം. രക്ഷാപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും നാശനഷ്ടങ്ങൾക്ക് കാലതാമസമില്ലാത്ത നഷ്ടപരിഹാരം നൽകുകയും വേണം. അതോടൊപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മറ്റ് സർക്കാർ ഏജൻസികളും നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദുരിത പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുകയും അധികാരികളുമായി സഹകരിച്ച് പരമാവധി സഹായം ഉറപ്പാക്കുകയും ചെയ്യണം. ഈ പ്രയാസകരമായ സാഹചര്യത്തെ നേരിടാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ജാഗ്രതയും ഐക്യദാർഢ്യവും കൊണ്ട് ഈ പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, റാന്നിയിലടക്കം വലിയ രീതിയിലുള്ള, പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കമുണ്ടായി, 8ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ സംസ്ഥാനം വീണ്ടും ഇപ്പോൾ 2018-ൽ വെള്ളപ്പൊക്കമൊക്കെ ഓർത്തുപോകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. എന്തായാലും ഇപ്പോൾ പലയിടത്തും വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് എന്നത് ഏറ്റവും ആശ്വാസകരമാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതിപ്പോഴും എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യമാണ്, വലിയൊരു ദുരിതമാണ് 2018-ൽ നമ്മൾ കണ്ടത്, വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്ക സമയത്ത് സർക്കാർ നൽകിയ ആത്മവിശ്വാസം അത് വലുത് തന്നെയാണ്. അത് എത്രമാത്രം പ്രശംസിക്കാവോ അത്രയധികം പ്രശംസിക്കാവുന്നതുമാണ്. അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാമെന്ന് പറയുന്നതും അത് മുൻപിൽ നിന്ന് അതിനെ നയിച്ച് അതിനെ ഒന്നിച്ച് അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം പകർന്നതുമൊക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകർന്ന സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരൊറ്റ രാത്രി കൊണ്ടെല്ലാം തകിടം മറിയുകയായിരുന്നു. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി. പക്ഷേ ആ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ഒരു വിരുന്നിൽ പങ്കെടുത്തത് അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.